തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പാളീസായി. അപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തലുകൾ ഇത് ഒരു സെമി ഫൈനലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ LDFന് തിരിച്ചടി ഉണ്ടാവും എന്നൊരു വിലയിരുത്തലുകളാണ് പൊതുവേ ഉള്ളത്. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ഇനി എന്തായാലും ഒരു മാജിക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ തുടർ അന്വേഷണങ്ങൾ ഈ വരും മാസങ്ങളിൽ നടക്കുകയും ചെയ്യും. അതിൽ നിന്ന് LDF സർക്കാരിന് കൈകഴുകി പോകാൻ കഴിയില്ല. ഇതെല്ലാം നിലനിൽക്കവേ തന്നെ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് തുടർ ഭരണത്തിനുള്ള കരുത്തുണ്ട്. അതായത് നിലവിലെ ഈ തദ്ദേശ ഭരണത്തിന്റെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ LDF ഒട്ടും പിന്നിലല്ല. എണ്ണം നിരത്തി പറയുകയാണ്, എണ്ണം നിരത്തിക്കൊണ്ട് തന്നെ അവകാശം ഉന്നയിക്കുകയാണ് LDF പിന്നിലല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മൂന്നാം ഭരണം പിടിച്ചിരിക്കും എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടോ? തമാശയായിട്ട് പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. MV ഗോവിന്ദൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പറഞ്ഞത് കേരളം ചുവക്കും, ഞങ്ങൾ തൂത്തുവാരുമെന്നാണ്. ആദ്യം നമുക്ക് അതിന്റെ കണക്കിലേക്ക് വരാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ഫലം വന്നതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമാക്കി മുന്നണികളുടെ നിയമസഭാ സീറ്റ് നില പരിശോധിക്കുമ്പോൾ UDF 80 സീറ്റിലും LDF 58 സീറ്റിലും BJP 2 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. അതായത് കേവല ഭൂരിപക്ഷത്തിൽ നിന്നും വെറും 13 സീറ്റ് അകലെ മാത്രമാണ് LDF. അതിൽ തന്നെ 7-8 സീറ്റുകളുടെ ഭൂരിപക്ഷം താഴെയായിരിക്കും UDFന്. ഇതൊക്കെയാണ് കണക്ക് വരുന്നത്. മലപ്പുറം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ഇടതുമുന്നണിക്ക് അപ്രസക്തമാക്കിയുള്ള മുന്നേറ്റമാണ് നമുക്ക് കോൺഗ്രസിന്റെ കാണാൻ കഴിഞ്ഞത്. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് അനുകൂല തരംഗം ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് അനുകൂല തരംഗം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം നഗരസഭകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 4 കോർപ്പറേഷനുകൾ, ഇതെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞാൽ CPM ഇപ്പോഴും അവർ പരാജയപ്പെട്ടത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. ഇപ്പോഴും അവർ വിചാരിക്കുന്നത് അവർ തന്നെയാണ് ജയിച്ചതെന്ന്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അധികാരത്തിൽ വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതായത് ലോകത്താകമാനം കൊറോണ മാരകമായി പിടിമുറുക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ആവശ്യമായ കിറ്റുകൾ, ഭക്ഷ്യക്കിറ്റുകൾ ഈ റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത് സംസ്ഥാന സർക്കാർ വലിയ കാര്യമാണ്, അതിനെ നമ്മൾ തള്ളിപ്പറയുന്നില്ല. എന്നാൽ ഈ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയ ജനങ്ങൾ CPM തങ്ങളെ ഒരു പ്രതിസന്ധിയിൽ സഹായിച്ച, അല്ലെങ്കിൽ തങ്ങളൊരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങളെ സഹായിച്ച ഒരു സർക്കാരിനുള്ള നന്ദി സൂചകമായിട്ടാണ് അവർ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. അത് ഇനി കേരളത്തിലെ ജനങ്ങൾ ചെയ്യില്ല. അവർ വോട്ട് ചെയ്തതിന് മാത്രം അവർ അനുഭവിച്ചിരിക്കുകയാണ്. അതല്ല, അതിലൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, നന്ദി സൂചകം എന്നതിലുപരി അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ മേൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവും. ബ്രൂവറി, ഡിസ്റ്റിലറി, സ്പ്രിംഗ്ലർ. അപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലനെ അക്കമിട്ട് നിരത്തി ഇതെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ UDFന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയാതെ പോയി. കാരണം ഈ കോവിഡിന്റെ ഒരു ഭാഗമായി തന്നെ ആയിരിക്കാമെന്ന് കരുതുന്നു. അപ്പൊ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ, ഒന്നാം പിണറായി സർക്കാരിന്റെ എന്തൊക്കെയാണ് ഡ്രോബാക്സ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ ഒരു കോവിഡ് കിറ്റ് ആ ഒരു ഇതിൽ മാത്രമാണ് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതെന്ന് പറഞ്ഞാൽ അതല്ലേ വാസ്തവം? തീർച്ചയായും. രമേശ് ചെന്നിത്തല 2016-21 കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല CPM നടത്താൻ ശ്രമിച്ച അഴിമതികൾ കൃത്യമായി കേരളത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ച്, ബ്രൂവറി, ഡിസ്റ്റിലറി അഴിമതി, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട അഴിമതി, സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ നടത്താൻ ശ്രമിച്ച ഒരു അഴിമതി, അത് ആകെ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ചർച്ച ചെയ്തത്. മേഴ്സിക്കുട്ടിയമ്മയുടെ മണ്ഡലമായ കുണ്ടറയിൽ. അവിടെ ഫലം വന്നു. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ ദയനീയമായി പരാജയപ്പെട്ടു. CPMന്റെ കോട്ടയിൽ PC വിഷ്ണുനാഥ് ജയിച്ചു. പക്ഷേ ചേച്ചി പറഞ്ഞതുപോലെ കേരളം മൊത്തം ചർച്ചയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കിറ്റ് രാഷ്ട്രീയം CPMന് ചർച്ചയാക്കാൻ കഴിയുകയും ചെയ്തു. അവർ അധികാരത്തിൽ ഏറിയതിനു ശേഷം കേരളം കണ്ട ഏറ്റവും ദയനീയമായ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല, കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ മാത്രമല്ല നാനാജാതി മതസ്ഥർ പരിഭാവനമായി കാണുന്ന ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ച ഒരു സർക്കാർ, അമ്പലങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ, കേരളത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ സർക്കാർ, കേരളത്തിലെ വ്യവസായ മേഖല പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യം, വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായ ഒരു കാലഘട്ടം,
സ്ത്രീകൾക്ക് സുരക്ഷിതമായി റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആശുപത്രികളിൽ മരുന്നില്ല, ആശുപത്രികൾക്ക് മികച്ച കെട്ടിടങ്ങളില്ല, കിഫ്ബി ഫണ്ടിൽ വ്യാപകമായ അഴിമതി. കേരളത്തിലെ യുവജനങ്ങളെ, അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾ PSC പരീക്ഷ എഴുതി കാത്തു നിൽക്കുമ്പോൾ അവർക്ക് ജോലി നൽകാതെ പിൻവാതിൽ നിയമനം തങ്ങളുടെ ഒരു അവകാശമാക്കി മാറ്റിയ സർക്കാർ. പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ശമ്പളമില്ലാതെ തെരുവിലിറങ്ങേണ്ടി വരുന്ന സാഹചര്യം. PSC ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താത്തതിന്റെ പേരിൽ ഉദ്യോഗാർത്ഥികൾക്ക് തെരുവിൽ സമരം ചെയ്യേണ്ട സാഹചര്യം. ആശാവർക്കർമാരുടെ കാര്യത്തിൽ അവർക്ക് ആ പൈസ കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവരുടെ സമരത്തെ സർക്കാർ നേരിട്ട ഒരു രീതിയുണ്ട്. തീർച്ചയായും ആ രീതി കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തിയപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെയാണ് യാത്ര നടത്തുന്നത് പറഞ്ഞ് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസുകാരും DYFIയുടെ ക്രിമിനലുകളും അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഇത്തരത്തിൽ മന്ത്രിമാർക്കെതിരെ വ്യാപകമായ ആരോപണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരു മന്ത്രി. സജി ചെറിയാൻ, ഭരണഘടനയെ പോലും അപമാനിച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു സർക്കാർ. മുഖ്യമന്ത്രിയും കുടുംബവും ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്നു. വി ശിവൻകുട്ടി എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് അഴിമതികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ ഒരു സർക്കാരിനെതിരായ വിധിയെഴുത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുമാത്രമല്ല, രാഷ്ട്രീയ എതിരാളികളെ കായികമായി ആക്രമിക്കാൻ DYFIക്കാരനെയും SFIക്കാരനെയും കയറൂരി വിട്ട, അവർക്ക് എല്ലാ ഭരണകൂടത്തിന്റെ പിന്തുണ നൽകുന്ന ഒരു സർക്കാർ. പോലീസ് സ്റ്റേഷനിൽ പോയാൽ സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്ന ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരുമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന CPM അനുഭാവികളായ ആളുകൾ പോലും ഇത്തവണ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് CPM അവരെ എത്തിച്ചു എന്നൊരു യാഥാർത്ഥ്യം. കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസിന് ശക്തമായ സംഘടനാ സംവിധാനം ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ സംഘടനാ സംവിധാനം ഇല്ലാഞ്ഞിട്ട് പോലും CPMന്റെ കോട്ടയെന്നവർ വിശേഷിപ്പിക്കുന്ന കൊല്ലം കോർപ്പറേഷന്റെ ഭരണം കോൺഗ്രസിന് ലഭിച്ചത് CPMന്റെ വോട്ട് കൊണ്ടാണ്. പത്തനംതിട്ട ജില്ലയിൽ CPM സമ്പൂജ്യരായി മാറുന്ന അവസ്ഥ. വീണ ജോർജിന്റെ മണ്ഡലത്തിലടക്കം, മന്ത്രി വീണ ജോർജിന്റെയും മണ്ഡലത്തിലടക്കം CPM അതിദയനീയമായി പരാജയപ്പെട്ടു. കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഉൾപ്പെടെ KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗത്തിന്റെ മണ്ഡലത്തിൽ CPM അതിദയനീയമായി പരാജയപ്പെട്ടു. ആലപ്പുഴയിൽ സജി ചെറിയാന്റെ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസാണ്. ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ഇടുക്കിയിലേക്ക് വരുമ്പോൾ സമ്പൂർണ്ണ പരാജയം. ഇടുക്കിയിൽ 2 ജില്ലാ പഞ്ചായത്ത് സീറ്റാണ് CPMനുള്ളത്. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ തട്ടകം, VN വാസവന്റെ തട്ടകത്തിൽ CPM അതിദയനീയമായി പരാജയപ്പെട്ടു. എറണാകുളത്ത് മന്ത്രി രാജീവിന്റെ നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരി നഗരസഭയടക്കം അതിദയനീയമായ പരാജയം. എറണാകുളത്ത് CPMന് ഒരു നഗരസഭയിൽ പോലും ഭരണമില്ലാത്ത അവസ്ഥ. കോർപ്പറേഷൻ ദയനീയമായി തോറ്റു, ജില്ലാ പഞ്ചായത്ത് ദയനീയമായി തോറ്റു. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു. മലപ്പുറത്ത് CPMന് KT ജലീലിന്റെയും മന്ത്രി അബ്ദുറഹിമാന്റെയും മണ്ഡലങ്ങളടക്കം CPMന് തോൽക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാതെ UDF അധികാരത്തിലേക്ക് വരുന്നു. പാലക്കാട് ആണ് CPM ഒന്ന് പിടിച്ചു നിന്നെന്ന് പറയുമ്പോൾ പാലക്കാട് നഗരമേഖലയിലടക്കം മണ്ണാർക്കാട് അടക്കം കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ തട്ടകത്തിൽ CPMന് അഡ്രസ് ഇല്ലാത്ത സ്ഥിതി. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ തട്ടകത്തിൽ CPMന് ചിത്രത്തിലില്ലാത്ത പരാജയം. തൊട്ടപ്പുറത്ത് വയനാട് ജില്ലയിൽ മന്ത്രി OR കേളുവിന്റെ ജില്ലയിൽ CPM അതിദയനീയമായി പരാജയപ്പെടുന്നു. ജില്ലാ പഞ്ചായത്തും നഗരസഭയും അടക്കം കൽപ്പറ്റ നഗരസഭയൊഴികെ ബാക്കി നഗരസഭയും പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും കോൺഗ്രസ് പിടിച്ചടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജില്ലയിൽ, അതായത് കണ്ണൂർ ജില്ലയിൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടെ CPMന് നേരത്തെയുള്ള വിജയം ഇത്തവണ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടെ BJPക്കും കോൺഗ്രസിനും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും സമ്പൂർണ്ണ പരാജയം ഉണ്ടായിട്ടും ഞങ്ങൾ ഇനിയും ഭരിക്കാൻ പോകുന്നു എന്ന് MB ഗോവിന്ദൻ പറയുമ്പോൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് തന്നെ പറയാം. തീർച്ചയായും അദ്ദേഹത്തെ എന്ത് വിളിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഇതിൽ ഇപ്പൊ നിതിൻ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ മന്ത്രിമാരുടെയും എല്ലാം അവരുടെ സ്ഥലങ്ങളിലാണ് ഏറ്റവും ദുരന്തം ഈ CPMന് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് വീണ്ടും അതൊരു വലിയൊരു ദുരന്തത്തിലേക്ക് CPMനെ നയിക്കുമെന്ന് തന്നെ പറയാം. തീർച്ചയായും ഒരു കാരണത്ത് കിട്ടിയ അടി എന്തിനാണെന്ന് CPMന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും പറയുന്നത് ശബരിമലയിലെ സ്വർണം കെട്ടത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. മന്ത്രിമാരുടെ അഹങ്കാരവും ധാർഷ്ട്യവും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. ജനങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധിക്കാരം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എന്താണ് സ്വാധീനിച്ചതെന്ന് CPM നാളെയെങ്കിലും വിലയിരുത്തിയാൽ
വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതിദയനീയ പരാജയത്തിൽ നിന്നും അവർക്ക് മുക്തരാകാൻ കഴിയും. അതായത് പരാജയം ഉറപ്പാണ്, പക്ഷെ അതിദയനീയ സമ്പൂർണ്ണ പരാജയത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ, സംപൂജ്യരാവാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. അതിനെങ്ങനെയുമുള്ള ബുദ്ധി ഈ MP ഗോവിന്ദന് നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവവിശ്വാസമുണ്ടോ എന്നത് ഇല്ലയോ എന്നത് മറ്റൊരു ചോദ്യം. അതൊക്കെ ഇപ്പൊ മാറി, അതൊക്കെ മാറിയിട്ടുണ്ട്. കാരണം അവര് പറയുന്നത് വിശ്വസിക്കാവുന്നവർക്ക് ഇപ്പൊ വിശ്വസിക്കാം, വേണ്ടാത്തവർക്ക് പണ്ട് ഇങ്ങനെ വിശ്വാസം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് വേണമെന്നുള്ളവർക്ക് വിശ്വസിക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ശബരിമല സന്നിധാനത്തേക്ക് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും കയറ്റി തൊട്ടടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായ CPM സ്വർണം കൊള്ള വാർത്തയായതിനു ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 2025 അതിദയനീയമായി പരാജയപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉന്നതരുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോവുകയാണ്. പല ഉന്നതരും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ജയിലിലേക്ക് പോകും. ദൈവതുല്യരായവർ ജയിലിലേക്ക് പോകും. ആ ദൈവതുല്യരായവർ ജയിലിലിരിക്കുന്ന സമയത്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPMന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നമ്മൾ പ്രവചിക്കാനില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം. എന്തായാലും MP ഗോവിന്ദൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇനി നാളുകൾ മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും അദ്ദേഹത്തിന് ഉചിതം. കാരണം ദൃശ്യമാധ്യമങ്ങളിൽ ഇവ അവരുടെ ആർക്കൈവ്സിൽ ഉണ്ടാവും ഇപ്പോൾ നൽകുന്ന ബൈറ്റുകൾ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അതവർ ഹാസ്യ രൂപത്തിൽ പ്രക്ഷേപണം ചെയ്യാതിരിക്കാൻ MP ഗോവിന്ദൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്.